സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് പറ്റി കംപ്ലീറ്റ്ലി പഠിക്കുന്ന യൂട്യൂബ് വീഡിയോ സീരീസിന്റെ 64ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴത്തെ പോലെയും ഈ ഒരു മുഴുവൻ സീരീസിനെയും ഒരു പ്ലേലിസ്റ്റ് ആക്കി ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാ വീഡിയോയും കാണുക, നന്നായി തന്നെ പഠിക്കുക. നമുക്ക് ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്യാം, ഒരുമിച്ച് ഗ്രോ ചെയ്യാം. IPO, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. നിങ്ങൾ ഇതുവരെ ഈ ഒരു കോഴ്സിന്റെ ഈ ഒരു പോയിന്റ് വരെ എത്തിയിട്ടുണ്ടെങ്കിൽ, സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി ഇത്രയധികം കാര്യങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് IPO എന്താണെന്ന് ഓൾറെഡി അറിയുന്ന കാര്യമായിരിക്കും. എന്നാൽ നമ്മൾ വളരെ നല്ല ഇൻവെസ്റ്റേഴ്സ് ആകാനാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിശക്തമായിട്ട് മുന്നിലേക്ക് പോകാൻ IPO-നെ ഇൻ ഡെപ്തില് വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ ഉള്ളത് IPO എന്താണെന്നുള്ള ഒരു ബേസിക് ഇൻഫർമേഷൻ മാത്രമായിരിക്കും. എന്നാൽ എക്സാക്ട്ലി എന്താണ് IPO, എന്തിനാണ് കമ്പനീസ് IPO ചെയ്യുന്നത്, കമ്പനീസിനെ IPO ചെയ്യാനുള്ള പ്രോസസ് എന്താണ്, അതുപോലെ തന്നെ നമ്മൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് IPO-ൽ എങ്ങനെ പങ്കെടുക്കാൻ പറ്റും, അതുപോലെ തന്നെ IPO-ൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് ബിഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസ് റേഞ്ച് കാണാൻ പറ്റാറുണ്ട്. എന്നാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഈ ആദ്യം കണ്ട പ്രൈസിലായിരിക്കില്ല ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്, ഒരു പ്രൈസ് ഡിഫറൻസ് സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ലിസ്റ്റിംഗ് ഗെയിൻ എന്നൊരു സംഭവത്തെ പറ്റി കേട്ടിട്ടുണ്ടാകും. അതെന്താണ്? ഇങ്ങനെ കുറെ അധികം ഇൻഡെപ്ത് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോഴാണ് നമ്മൾ എല്ലാവരും സ്വപ്നം കാണുന്ന പോലുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് നമുക്ക് എല്ലാവർക്കും ആകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഒരു കാര്യം എനിക്ക് ഉറപ്പ് തരാൻ പറ്റുന്നത്, നിങ്ങൾക്ക് മറ്റെവിടുന്നും കിട്ടാത്ത അത്ര അധികം ഇൻഫർമേഷൻ IPO-നെ പറ്റി ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ച് തന്നെ കാണുക. IPO-നെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും, അതുപോലെ തന്നെ നിങ്ങൾ സീറോദ ഉപയോഗിക്കുന്നവരാണെങ്കിലും അപ്സ്റ്റോക്സ് ഉപയോഗിക്കുന്നവരാണെങ്കിലും എങ്ങനെയാണ് ഒരു IPO-ലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് കൂടി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദ നെയിം ഈസ് ഷാരിഖ് ഷംസുദ്ദീൻ. വെൽക്കം ടു ഫൺഫോളിയോ. ഏറ്റവും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് എന്താണ് IPO എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു സീരീസിന്റെ ഏറ്റവും ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ വളരെ വ്യക്തമായിട്ട് എന്താണ് IPO എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ എന്തായാലും ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ഓൾറെഡി കണ്ടിട്ടുള്ളതാണ് എന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടി വളരെയധികം കൺസൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആ കമ്പനിക്ക് പല വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ, എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ, ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ചെയ്യണമെങ്കിൽ പൈസയുടെ ആവശ്യമുണ്ട്, ഫണ്ടിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ഈ ഫണ്ട് പലപ്പോഴും കമ്പനീസ് പുറത്തു നിന്നാണ് റേസ് ചെയ്യാറുള്ളത്. അപ്പൊ പുറത്തു നിന്ന് ഫണ്ട് റേസ് ചെയ്യാനായിട്ട് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം മൾട്ടിപ്പിൾ വേസ് ഉണ്ട്. ഏതൊക്കെയാണ് വേസ്? കമ്പനിക്ക് വേണമെങ്കിൽ ഒരു പാർട്ട്ണറെ കമ്പനിയിലേക്ക് ചേർക്കാം. അപ്പൊ പാർട്ട്ണറിനെ കമ്പനിയിലേക്ക് ചേർക്കുമ്പോൾ കമ്പനിയുടെ കുറച്ച് ഷെയർസ് ആ പാർട്ട്ണർക്ക് കൊടുക്കും. അതിന്റെ എക്സ്ചേഞ്ച് ഈ പാർട്ട്ണറിന്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ കമ്പനി എടുക്കും. ഇനി അങ്ങനെ വേണ്ട, ഒരു ഫുൾ ടൈം പാർട്ട്ണറിനെ കമ്പനിയിലേക്ക് എടുക്കണ്ട എന്നുണ്ടെങ്കിൽ കമ്പനിയിലേക്ക് ചെറിയ ചെറിയ ഇൻവെസ്റ്റേഴ്സിനെ ആഡ് ചെയ്യാം. ആരൊക്കെയാണിത്? ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയുന്നത് നിങ്ങളുടെ ഒരു ഫ്രണ്ട് ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പർ ആകാം. ഇനി അതുമല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ നിൽക്കുന്ന വളരെയധികം പണമുള്ള ഒരാളായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ കണ്ട് നിങ്ങളുടെ ഒരു ബിസിനസ് മോഡലിനെ പറ്റി അവരെ കൺവിൻസ് ചെയ്യിച്ചുകൊണ്ട് അവർക്ക് കുറച്ച് ഷെയർസ് കൊടുത്ത് അവരുടെ കയ്യിൽ നിന്ന് പൈസ റേസ് ചെയ്യാൻ പറ്റും, ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും. ഇതിനെയൊക്കെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി റൗണ്ട് എന്നോ അല്ലെങ്കിൽ ഒരു ഏഞ്ചൽ ഇൻവെസ്റ്റ്മെന്റ് റൗണ്ട് എന്നൊക്കെ വിളിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതും മനസ്സിലായിട്ടുണ്ട്. ഇനി അതുമല്ല, കമ്പനി കുറച്ച് നന്നായി ഗ്രോ ചെയ്തു, ആ ഒരു കമ്പനിക്ക് കുറച്ച് വലിയ എമൗണ്ടിൽ തന്നെ ഫണ്ട് വേണ്ടതുണ്ട് എങ്കിൽ VC ഫേംസിന് അടുത്ത് പോകാം, വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഫേംസിന് അടുത്ത് പോയിട്ട് മോശമല്ലാത്ത വലിയ എമൗണ്ടിൽ തന്നെ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിലും വലിയ ഫണ്ട് വേണമെങ്കിലാണ് പ്രൈവറ്റ് ഇക്വിറ്റി ഫേംസ്, PE ഫേംസ്, അവരും ഇൻവെസ്റ്റ്മെന്റ് ഫേംസ് ആണ്, അവർ സീനിലേക്ക് വരുന്നത്. ഇവരെല്ലാം അതിഭീകരമായിട്ട് കൺവിൻസ് ചെയ്താൽ മാത്രമേ ഇവരുടെ അടുത്ത് നിന്ന് ഇൻ എക്സ്ചേഞ്ച് ഓഫ് ഷെയർസ് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അതുമല്ല, പിന്നെയും ഫണ്ട് റേസ് ചെയ്യണമെങ്കിൽ എല്ലാവരും പലപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ബാങ്കിന്റെ അടുത്ത് ചെന്നിട്ട് കൊളാട്രൽ വെച്ചിട്ട് അവരുടെ ബിസിനസ് പ്ലാൻ കാണിച്ചുകൊണ്ട് ഒരു ഡെറ്റ് റേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് പൈസ ലോൺ എടുക്കാം, കടമെടുക്കാൻ പറ്റുന്നതാണ്. എന്നാൽ ഇവിടെ ഇൻ എക്സ്ചേഞ്ച് ഓഫ് ഷെയർസ് അല്ല, കടം എടുക്കുന്നതായതുകൊണ്ട് ബാങ്കിന് ആ പൈസ തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ ഇതെല്ലാം ഫണ്ട് റേസ് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ്. അപ്പൊ ഇങ്ങനെ ഒരു കമ്പനിക്ക് പൈസയുടെ ആവശ്യമുണ്ട് എങ്കിൽ കമ്പനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു വളരെയധികം ആസ്പിറേഷനിലായ ഒരു ഫണ്ട് റേസിംഗ് മെത്തേഡാണ് പബ്ലിക് ആവുക എന്നുള്ളത്. അതായത് IPO ചെയ്യുന്നതിലൂടെ, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ചെയ്യുന്നതിലൂടെ ആ കമ്പനിയുടെ ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ഷെയർസിനെ എടുത്തുകൊണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാം. അങ്ങനെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ പബ്ലിക്, ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള പബ്ലിക്കിന് അവരവരുടെ ഈ ഷെയർസിനെ ഓപ്പൺ ആക്കുകയാണ്. അപ്പൊ ഈ പബ്ലിക്കിന് പൈസ കൊടുത്തുകൊണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി ഈ കമ്പനിയുടെ ഷെയർസ് വാങ്ങാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഈ പബ്ലിക് പേ ചെയ്യുന്ന എമൗണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ ഈ കമ്പനിയിലേക്ക് എത്തുകയാണ്.
അപ്പോൾ ഇങ്ങനെ ഈ കമ്പനിയുടെ ഷെയർസ് പബ്ലിക്കിന് വാങ്ങാനായിട്ട് ആദ്യത്തെ തവണ എലിജിബിൾ ആക്കുന്ന, ഓപ്പൺ ആക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് IPO എന്ന് പറയുന്നത്. അതിന്റെ പേരിൽ തന്നെയുണ്ട്, ലിറ്ററലി അതിന്റെ പേരിലുണ്ട്. ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. അപ്പോൾ ഇങ്ങനെ ഒരു കമ്പനി ഷെയർസ് ഓഫർ ചെയ്യുന്നതിലൂടെ ഇൻവെസ്റ്റർ അതിൽ പൈസ കൊടുത്ത് കമ്പനിയുടെ കയ്യിൽ നിന്ന് അത് വാങ്ങുമ്പോൾ ആ പൈസ എത്തുന്നത് കമ്പനിയിലേക്കാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്, ഇതിനെയാണ് പ്രൈമറി മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്തായാലും എന്തിനാണ് ഒരു കമ്പനി IPO ചെയ്യുന്നത് എന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അടുത്ത നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് IPO ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു കമ്പനി IPO ചെയ്യാൻ എലിജിബിൾ ആണെന്ന് അവർക്ക് മനസ്സിലാവുകയാണെങ്കിൽ, അവർ IPOയിലൂടെ ഫണ്ട് റേസ് ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ, ഏറ്റവും ആദ്യം അവർ ചെയ്യേണ്ടത് ഈ ഒരു കംപ്ലീറ്റ് പ്രോസസ്സ് നടക്കുമ്പോൾ അവരെ സഹായിക്കാനായിട്ട് കുറെ അധികം കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു മെർച്ചന്റ് ബാങ്കറിനെ, ഒരു ഇൻവെസ്റ്റ്മെന്റ് ബാങ്കറിനെ അപ്പോയിന്റ് ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും ആദ്യം തന്നെ കമ്പനിയെ പറ്റി വളരെ വ്യക്തമായി പഠിച്ചുകൊണ്ട് ഒരു ഓഡിറ്റ് നടത്തി, ഒരു ഡ്യൂ ഡിലിജൻസ് നടത്തിയിട്ട് കമ്പനി ആക്ച്വലി IPOക്ക് എലിജിബിൾ ആണോ എന്നുള്ള ഒരു സ്റ്റഡി നടത്തും. അങ്ങനെ സ്റ്റഡി നടത്തി സക്സസ്ഫുൾ ആണെങ്കിൽ മെർച്ചന്റ് ബാങ്കിന്റെ സഹായത്തോടുകൂടി വളരെ ശക്തമായിട്ട് ഈ കമ്പനി IPO എന്ന പ്രോസസ്സിൽ മുന്നിലേക്ക് പോവുകയാണ്. അതായത് ഈ ഒരു IPO ചെയ്യുന്ന പ്രോസസ്സിൽ കുറെ അധികം വർക്കുകൾ ഉണ്ട്. ഷെയർസ് അണ്ടർ റൈറ്റ് ചെയ്യേണ്ടതുണ്ട്, അതുപോലെ തന്നെ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്, കമ്പനിയുടെ ഒരു ബ്രോഷർ പോലുള്ള ഒരു സംഭവമാണെന്ന് പറയാം. അപ്പോൾ അത് തയ്യാറാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സെബിയിൽ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കുറേ അധികം കാര്യങ്ങളിൽ തീരുമാനം വരുത്തേണ്ടതുണ്ട്. ഈ IPOന്റെ മാർക്കറ്റിംഗ് നടത്തേണ്ടതുണ്ട്. അങ്ങനെ കുറേ അധികം ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതെല്ലാം ചെയ്യാനായിട്ട് ഈ കമ്പനിയെ സഹായിക്കുന്നത് ഈ ഒരു മെർച്ചന്റ് ബാങ്ക് ആണ്. അതൊക്കെയാണ് മെർച്ചന്റ് ബാങ്കിന്റെ ഫംഗ്ഷൻസ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ്, സെബിയുമായിട്ട് കോൺടാക്ട് ചെയ്തുകൊണ്ട് സെബിയുടെ അടുത്ത് സെബി ആവശ്യപ്പെടുന്ന ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു IPOക്കുള്ള അപ്രൂവൽ സെബിയുടെ അടുത്ത് നിന്ന് നേടുക എന്നുള്ളതാണ്. അപ്പൊ അപ്രൂവൽ കിട്ടുകയാണെങ്കിൽ മൂന്നാമത്തെ സ്റ്റെപ്പ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് ഉണ്ടാക്കുക, അത് പബ്ലിക് ആക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്താണ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്? അപ്പൊ അതിന്റെ പേരിൽ തന്നെ പ്രോസ്പെക്ടസ് എന്ന വാക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ നേരത്തെ ഉപയോഗിച്ച ബ്രോഷർ എന്ന വാക്കും നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത് തന്നെയാണ്. അതായത് നമ്മളൊരു കമ്പനിയെ പറ്റി ഫണ്ടമെന്റൽ അനാലിസിസ് നടത്തുമ്പോൾ അതിന്റെ ആനുവൽ റിപ്പോർട്ട് വായിക്കില്ലേ? ആനുവൽ റിപ്പോർട്ട് വായിച്ചിട്ടല്ലേ ആ കമ്പനിയുടെ പെർഫോമൻസ് എന്താണ്, കഴിഞ്ഞ വർഷം എന്താണ് ചെയ്തത്, അടുത്ത വർഷത്തേക്കുള്ള പ്ലാൻസ് എന്താണ്, അവരുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ എന്താണ്, അവരുടെ ടീം എന്താണ്, അവരുടെ ഹിസ്റ്ററി എന്താണ്, അങ്ങനെ ഒരു കമ്പനിയെ പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നത് സാധാരണ ആനുവൽ റിപ്പോർട്ടിൽ നിന്നാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഒരു റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസും. ഈ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് വായിച്ചിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് ആ കമ്പനിയെ പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷനും കിട്ടുക. അതിന്റെ ഹിസ്റ്ററി എന്തായിരുന്നു, അത് എവിടെയാണ് നിൽക്കുന്നത്, അതിന്റെ റവന്യൂ മിക്സ് എന്താണ്, അതിന്റെ ഫിനാൻഷ്യൽസ് എന്താണ്, അതിന്റെ മുന്നിലേക്ക് പ്ലാൻസ് എന്താണ്, അത് എന്തിനാണ് ഫണ്ട് റേസ് ചെയ്യുന്നത്, റേസ് ചെയ്യുന്ന ഫണ്ടിലെ എത്ര എമൗണ്ട് എങ്ങോട്ട് അലോക്കേറ്റ് ചെയ്യും, അതെല്ലാം അവര് കാണിച്ചു തരുന്നത് ഈ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസിലാണ്. അതുപോലെ തന്നെ ഈ ഒരു റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസിൽ തന്നെയാണ് ആ കമ്പനിയുടെ IPO ചെയ്യുന്ന ഒരു പ്രൈസ് ബാൻഡും, എത്ര ഷെയർസ് ആണ് അവർ IPO ചെയ്യുന്നതെന്നും അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നതും ഈ ഒരു റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസിൽ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇത്രയും മനസ്സിലായ സ്ഥിതിക്ക് വളരെയധികം ഇമ്പോർട്ടന്റ്ലി മനസ്സിലാക്കേണ്ട അടുത്ത സംഭവം, ഒരു IPO ചെയ്യാനായിട്ട് ഒരു കമ്പനിക്ക് രണ്ട് മെത്തേഡ്സ് ആണുള്ളത്. ഒന്ന് ഫിക്സ്ഡ് പ്രൈസ് ഇഷ്യൂ ആണ്, രണ്ട് ബുക്ക് ബിൽഡിംഗ് ഇഷ്യൂ ആണ്. നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ബുക്ക് ബിൽഡിംഗ് ഇഷ്യൂസ് ആണ്. ഇപ്പോൾ റോസറി ബയോടെക്കിന്റെ കേസ് പറയുകയാണെങ്കിലും അവർ ചെയ്യുന്നതും ബുക്ക് ബിൽഡിംഗ് ഇഷ്യൂ തന്നെയാണ്. അപ്പൊ ഈ ഫിക്സ്ഡ് പ്രൈസ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ IPO ചെയ്യുമ്പോൾ ഈ കമ്പനി മെർച്ചന്റ് ബാങ്കിന്റെ സഹായത്തോടു കൂടി തന്നെ എത്ര രൂപയിലാണ് IPO ചെയ്യേണ്ടത് എന്നുള്ളത് ഫിക്സ് ചെയ്തിട്ട് അതായിരിക്കും പബ്ലിക്കിന്റെ മുന്നിൽ വെക്കുക. അങ്ങനെ പബ്ലിക്കിന് ആ ഒരു ഫിക്സ്ഡ് പ്രൈസിൽ മാത്രമാണ് IPOക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു ബിഡ് കൊടുക്കാൻ പറ്റുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കമ്പനി IPO ചെയ്യുകയാണ്. അപ്പൊ അവർ പറയുകയാണ് ഞങ്ങളുടെ IPOയുടെ ഫിക്സ്ഡ് പ്രൈസ് 100 രൂപ പെർ ഷെയർ ആണ്. അപ്പൊ അതൊരു ഫിക്സ്ഡ് പ്രൈസ് ആണ്. എന്നാൽ ഒരു ബുക്ക് ബിൽഡിംഗ് ഇഷ്യൂവിൽ നമുക്ക് ഒരു ഫിക്സ്ഡ് പ്രൈസ് കാണാൻ പറ്റില്ല. നമ്മളിപ്പോൾ SBI കാർഡിന്റെ കേസിൽ കണ്ടതുപോലെ ആണെങ്കിലും, IRCTCയുടെ കേസിൽ കണ്ടതാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള റോസറി ബയോടെക്കിലും കാണാൻ പറ്റുന്ന പോലെ IPO അനൗൺസ് ചെയ്യുമ്പോൾ ഒരു പ്രൈസ് ബാൻഡ് ആണ് നമുക്ക് കാണാൻ പറ്റുക, ഒരു ഫിക്സ്ഡ് പ്രൈസ് ആയിരിക്കില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കമ്പനി IPO ചെയ്യുകയാണ്. അവർ പറയുകയാണ് ഞങ്ങളുടെ IPOയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ 100 രൂപ മുതൽ 110 രൂപ വരെയുള്ള ഒരു പ്രൈസ് ബാൻഡിന്റെ ഇടയിലുള്ള ഏതൊരു പ്രൈസിലേക്കും നിങ്ങൾക്ക് ഒരു ബിഡ് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന്. മനസ്സിലായോ? ഇവിടെ ഒരു പ്രൈസ് ബാൻഡ് ആണുള്ളത്, ഒരു ഫിക്സ്ഡ് പ്രൈസ് അല്ല. അപ്പൊ ഇവിടെ ഇങ്ങനെ 100 രൂപ മുതൽ 110 രൂപ വരെയുള്ള ഒരു പ്രൈസ് ബാൻഡ് ഉള്ളത് കൊണ്ട് പല ഇൻവെസ്റ്റേഴ്സിനും അവർക്ക് എത്രയാണോ ശരിയെന്ന് തോന്നുന്ന പോലെയുള്ള ഡിഫറെന്റ് പ്രൈസസ് അവർ ബിഡ് ചെയ്യും. ഇങ്ങനെ ബിഡ് എല്ലാം സ്വീകരിച്ചതിന് ശേഷം എത്ര ദിവസത്തേക്കാണോ IPO ഓപ്പൺ ആയിരിക്കുന്നത്, പൊതുവെ അതൊരു 2, 3, 4 ദിവസമായിരിക്കും. അതിനുശേഷം ഈ മെർച്ചന്റ് ബാങ്ക് വന്നിട്ടുള്ള ബിഡ്സിനെ എല്ലാം അനലൈസ് ചെയ്യും. അങ്ങനെ ബിഡ്സിനെ എല്ലാം അനലൈസ് ചെയ്തതിനു ശേഷം ഒരു ഫൈനൽ
കട്ട് ഓഫ് പ്രൈസ് തീരുമാനിക്കും. അതായിരിക്കും ആ ഒരു കമ്പനിയുടെ ഫൈനൽ IPO പ്രൈസ്. അപ്പോൾ ഇവിടുത്തെ ഇതേ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ 100 രൂപ മുതൽ 110 രൂപയായിരുന്നു പ്രൈസ് ബാൻഡ്. കുറേ അധികം ഇൻവെസ്റ്റേഴ്സ് വന്ന് പല പോയിന്റിൽ അതിന് ബിഡ് ഇട്ട് വെച്ചു. അങ്ങനെ IPO ക്ലോസ് ആയതിനു ശേഷം നേരത്തെ പറഞ്ഞതുപോലെ മെർച്ചന്റ് ബാങ്ക് ഒരു സ്റ്റഡി നടത്തും. സ്റ്റഡി നടത്തിയതിനു ശേഷം എക്സാമ്പിൾ മാത്രമാണ് 107 രൂപയാണ് കട്ട് ഓഫ് പ്രൈസ് എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ 107 രൂപക്ക് ആരൊക്കെ ബിഡ് ചെയ്തിട്ടുണ്ടോ, അതിന് മുകളിലേക്ക് ആരൊക്കെ ബിഡ് ചെയ്തിട്ടുണ്ടോ അവർക്കായിരിക്കും ആ ഒരു IPO വഴി ഷെയർസ് കിട്ടുക. അങ്ങനെ അവർക്ക് ഷെയർസ് കിട്ടുമ്പോൾ അവർ കൊടുക്കുന്ന പൈസ നേരെ കമ്പനിയിലേക്ക് എത്തുകയാണ്. അത് 107 രൂപയാണെങ്കിൽ 107 രൂപയും കമ്പനിയിലേക്ക് എത്തുകയാണ് പെർ ഷെയർ. ഇതാണ് ആക്ച്വലി പ്രൈമറി മാർക്കറ്റ് ട്രാൻസാക്ഷൻ. കമ്പനി പബ്ലിക്കിൽ നിന്ന് പൈസ റേസ് ചെയ്യുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു ഡൗട്ട് വരും, അപ്പൊ ഈ 107 രൂപയുടെ താഴെ ബിഡ് ചെയ്തവർക്ക് കിട്ടില്ലല്ലോ, ഷെയർ കിട്ടില്ലല്ലോ എന്ന്. തീർച്ചയായിട്ടും കിട്ടാതെ തന്നെയാണ്. അവിടെയാണ് നമ്മൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ പറ്റി സംസാരിക്കുമ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഒരു IPOയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു സ്പെഷ്യൽ ഫീച്ചർ ഉള്ളത്. അത് മുന്നിലേക്ക് പോയിട്ട് IPOയിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതായത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് കട്ട് ഓഫ് പ്രൈസ് എത്രയാണോ അതിൽ തന്നെ ഞങ്ങൾ വാങ്ങിച്ചോളാം എന്ന് നേരത്തെ പറഞ്ഞു വെക്കാൻ പറ്റും. അപ്പോൾ അതിനർത്ഥം എന്താണ്? നമ്മളിവിടെ പറഞ്ഞു, ഈ ഒരു കേസിൽ പറഞ്ഞു 107 രൂപയാണ് കട്ട് ഓഫ് പ്രൈസ് എന്ന് പറഞ്ഞു. അപ്പോൾ എത്രയാണോ കട്ട് ഓഫ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നത് അത് എത്ര തന്നെയാണെങ്കിലും അതിൽ നമ്മൾ വാങ്ങാൻ തയ്യാറാണ് എന്ന് നമുക്ക് നേരത്തെ പറഞ്ഞു വെക്കാം. അങ്ങനെ നമ്മൾ പറഞ്ഞു വെക്കുകയാണെങ്കിൽ ഒരിക്കലും ആ ഒരു IPO നമ്മൾ ബിഡ് ചെയ്ത പ്രൈസ് തെറ്റിപ്പോയത് കൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമായി പോകില്ല. അപ്പൊ നമ്മൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു IPOയിൽ പങ്കെടുക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും 1 ഷെയറോ 5 ഷെയറോ നമുക്ക് ഇഷ്ടമുള്ള നമ്പർ ഓഫ് ഷെയർസ് ഒരിക്കലും വാങ്ങാൻ പറ്റില്ല. എപ്പോഴും ഒരു IPOയില് നമുക്ക് ഒരു ലോട്ട് ഷെയർ എങ്കിലും മിനിമം വാങ്ങേണ്ടതുണ്ട്. അപ്പോൾ ഒരു കമ്പനിയുടെ ഒരു ലോട്ടില് എത്ര ഷെയർസ് ഉണ്ടാകും എന്നുള്ളത് എഗെയിൻ നമുക്ക് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് വായിക്കുമ്പോൾ മനസ്സിലാകും. അപ്പോൾ ഐദർ ഒരു ലോട്ട് ഷെയറോ അല്ലെങ്കിൽ അതിന്റെ മൾട്ടിപ്പിളോ 2 ലോട്ടോ 3 ലോട്ടോ അങ്ങനെ മൾട്ടിപ്പിൾസിലായിരിക്കും ഒരു റീറ്റെയിൽ ഇൻവെസ്റ്ററിന് IPOയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ ഒരു റെഗുലർ റീറ്റെയിൽ ഇൻവെസ്റ്റർ ആണെങ്കിൽ ഒരു IPOയിൽ അപ്ലൈ ചെയ്യുമ്പോൾ മാക്സിമം 2 ലക്ഷം രൂപയുടെ ഷെയർസിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഡൗട്ട് വരാം, നിങ്ങൾക്ക് 2 ലക്ഷം രൂപയിലും കൂടുതലുള്ള ഷെയർസ് വേണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നിങ്ങളൊരു നോർമൽ റീറ്റെയിൽ ഇൻവെസ്റ്റർ ആയിരിക്കില്ല, നിങ്ങൾ HNI കാറ്റഗറിയിലേക്ക് മാറും, ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽ കാറ്റഗറിയിലേക്ക് നിങ്ങൾ മാറുന്നതാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 ലക്ഷം രൂപയിലും കൂടുതലുള്ള ഷെയർസിന് അപ്ലൈ ചെയ്യാം. പക്ഷേ HNI കാറ്റഗറിക്ക് ടോട്ടൽ ഷെയർസിലെ അലോക്കേഷൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് കമ്പാരിറ്റീവ്ലി റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത് കുറവായിരിക്കും. അപ്പൊ ഈ ഒരു പോയിന്റ് എത്തിയപ്പോഴേക്കും എങ്ങനെയാണ് കമ്പനി IPO ചെയ്യുന്നതെന്നും ഡിഫറെന്റ് മെത്തേഡ്സിലൂടെ പ്രൈമറി മാർക്കറ്റിൽ നിന്ന് എങ്ങനെ പൈസ റേസ് ചെയ്ത് അത് കമ്പനിയിലേക്ക് എത്തി എന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു IPO ഓപ്പൺ ആകുന്നു ക്ലോസ് ആകുന്നു എന്ന് കേൾക്കുന്നത് ബേസിക്കലി ആ ഒരു ടൈം പീരീഡ് ആണ്. അതിനിടയിലാണ് ഇതുപോലെ നമുക്ക് അവിടെ ചെന്നിട്ട് ബിഡ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ IPOയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ IPOക്ക് അപ്ലൈ ചെയ്ത് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ IPOയുടെ റിസൾട്ട് വരും. ആർക്കൊക്കെ ഷെയർസ് കിട്ടി, ആർക്കൊക്കെ ഷെയർസ് കിട്ടിയില്ല, കിട്ടിയെങ്കിൽ തന്നെ എത്ര ഷെയർസ് കിട്ടി എന്നുള്ള ആ ഒരു റിസൾട്ട് വരും. അതിനും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ കിട്ടിയവരുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ആ ഷെയർസ് വരുന്നതായിട്ടാണ് കാണാൻ പറ്റുക. അപ്പൊ ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. അതായത് കുറച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസിനെ പറ്റി അറിയേണ്ടതുണ്ട്. ആദ്യത്തെ ടേം ഓവർ സബ്സ്ക്രിപ്ഷൻ എന്നുള്ളതാണ്. അതായത് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു കമ്പനി IPO ചെയ്തപ്പോൾ പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ആക്കി വെച്ചത് 1 ലക്ഷം ഷെയർസ് ആണെന്ന് വിചാരിക്കുക. എക്സാമ്പിൾ മാത്രമാണ്. എന്നാൽ IPOന്റെ സമയത്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിരുന്നപ്പോൾ കുറേ അധികം ആൾക്കാർ വന്നിട്ട് IPOയിൽ അപ്ലൈ ചെയ്യുകയാണ്. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ കുറേ അധികം ആൾക്കാർ വന്നിട്ട് ഇൻ എഫക്ട് 2 ലക്ഷം ഷെയർസിന് വേണ്ടി അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ എന്താ കാണാൻ പറ്റുന്നത്? കമ്പനിക്ക് കൊടുക്കാനുള്ളത് 1 ലക്ഷം ഷെയർസ് ആണ്, എന്നാൽ ആപ്ലിക്കേഷൻ വന്നിരിക്കുന്നത് 2 ലക്ഷം ഷെയർസിനാണ്. അപ്പോൾ എന്തായാലും ഇവിടെ ക്ലിയർലി ഡിമാൻഡിനും സപ്ലൈനും ഒരു വ്യത്യാസമുണ്ട്. ഈ ഒരു കേസിനെയാണ് ഒരു IPO ഓവർ സബ്സ്ക്രൈബ്ഡ് ആയി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഓവർ സബ്സ്ക്രൈബ്ഡ് ആവുകയാണെങ്കിൽ എന്താ ചെയ്യുക? തീർച്ചയായിട്ടും കൊടുക്കാനുള്ള ഷെയർസിനേക്കാളും കൂടുതൽ ആവശ്യക്കാരുണ്ട്. അപ്പോൾ ആർക്കൊക്കെ ഷെയർസ് കിട്ടും, ആർക്കൊക്കെ ഷെയർസ് കിട്ടില്ല എന്നുള്ളത് എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുക? ഏറ്റവും ആദ്യം ചെയ്യുക, ചിലരെല്ലാം 2, 3, 4, 5 ലോട്ട്സിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള പരിപാടികളെല്ലാം ഒഴിവാക്കി എല്ലാവർക്കും മിനിമം 1 ലോട്ട് ഷെയർസ് മാത്രം കൊടുക്കുള്ളൂ എന്ന് ആദ്യം വിചാരിക്കും. അതിനുശേഷം നോക്കിയിട്ടും പിന്നെയും കൊടുക്കാനുള്ള ഷെയർസിനേക്കാളും കൂടുതൽ ആവശ്യക്കാരുണ്ടെന്ന് കാണുകയാണെങ്കിൽ പിന്നീട് ചെയ്യൽ ആക്ച്വലി ഒരു ലക്കി ഡ്രോ ആണ്. അല്ലാതെ വേറെ വലിയ കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്യുന്നില്ല. ഒരു ഇലക്ട്രോണിക് ആയിട്ടുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു ലക്കി ഡ്രോ ചെയ്യുന്നതിലൂടെയാണ് ആർക്കാണ് ഈ IPO വഴി ഷെയർസ് കൊടുക്കാൻ പറ്റുക, ആർക്കാണ് കൊടുക്കാതിരിക്കുക എന്നുള്ളത് നിശ്ചയിക്കുന്നത്. അപ്പോൾ ഇത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്റെ കാര്യത്തിലാണ് ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഒരു IPOന്റെ സമയത്ത് അപ്ലൈ ചെയ്താലും ചില സമയങ്ങളിൽ ഷെയർ കിട്ടാതെ പോകുന്നത്. അതിന്റെ റീസൺ ഇതാണ്. ഇനി രണ്ടാമത്തെ ഒരു പോസിബിലിറ്റി അറിഞ്ഞിരിക്കേണ്ട കാര്യം അണ്ടർ സബ്സ്ക്രൈബ്ഡ് എന്നുള്ള കാര്യമാണ്.
അപ്പോൾ ഓവർ സബ്സ്ക്രൈബ് എന്താണെന്ന് മനസ്സിലായെങ്കിൽ അതേ ലോജിക്ക് തന്നെയാണ് ഇവിടെ. അതായത് കമ്പനി എത്ര ഷെയർസ് ആണോ കൊടുക്കാൻ വെച്ചിരുന്നത്, എന്നാൽ അതിന് വേണ്ടത്ര ആൾക്കാർ വന്നിട്ട് IPO അപ്ലൈ ചെയ്തില്ല എങ്കിൽ അതിനെയാണ് അണ്ടർ സബ്സ്ക്രൈബ്ഡ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കമ്പനി IPO ചെയ്യുമ്പോൾ 90%ലും താഴെയാണ് സബ്സ്ക്രിപ്ഷൻ വരുന്നുള്ളൂ എങ്കിൽ ആ ഒരു IPO ബേസിക്കലി ക്യാൻസൽ ആകുന്നതാണ് കാണാൻ പറ്റുക. ഒരു കാര്യം കൂടി നിങ്ങൾ അറിയേണ്ടത് ഗ്രീൻ ഷൂ ഓപ്ഷൻ ആണ്. അതായത് ഒരു കമ്പനിക്ക് IPOക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഓവർ സബ്സ്ക്രൈബ് ആകാൻ സാധ്യതയുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ തന്നെ നേരത്തെ പറഞ്ഞു വെക്കാൻ പറ്റും. ഓവർ സബ്സ്ക്രിപ്ഷൻ നടക്കുകയാണെങ്കിൽ ഒരു അഡീഷണൽ ഫിക്സ്ഡ് പെർസെന്റേജ് കൂടി പബ്ലിക് ആക്കാൻ തയ്യാറാണെന്ന് നേരത്തെ പറഞ്ഞു വെക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ഗ്രീൻ ഷൂ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ ഓവർ സബ്സ്ക്രിപ്ഷനും അണ്ടർ സബ്സ്ക്രിപ്ഷനും കൂടി അറിഞ്ഞതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് IPOനെ പറ്റി നല്ല ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നിങ്ങൾ അറിയേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ലിസ്റ്റിംഗ് ഡേയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ടൈം ലൈൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ നിർത്തിയത് നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഷെയർസ് വന്ന പോയിന്റിലാണ്. അതിനുശേഷം ലിസ്റ്റിംഗ് ഡേ എന്നുള്ളതാണ് അടുത്ത ടൈം ലൈനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഡേ. ഈ ഒരു ദിവസമാണ് ആക്ച്വലി സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ ഒരു ഷെയർ ട്രേഡ് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, IPO എന്ന പ്രോസസ്സ് കഴിഞ്ഞപ്പോൾ കട്ട് ഓഫ് പ്രൈസ് എന്ന വിലയിൽ ഓൾറെഡി ഈ ആദ്യം IPO വഴി സ്റ്റോക്ക് കിട്ടിയവർ കമ്പനിക്ക് പൈസ കൊടുത്ത് തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ലിസ്റ്റിംഗ് ഡേയിൽ ആക്ച്വലി ഇനി ട്രാൻസാക്ഷൻ നടക്കാൻ പോകുന്നത് പബ്ലിക്കിലുള്ള മാർക്കറ്റിലുള്ള മറ്റ് ആൾക്കാരും ഓൾറെഡി ഷെയർ കിട്ടിയ ആൾക്കാരും തമ്മിലാണ്. അതായത് ലിസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ ദിവസം ആദ്യത്തെ മൊമെന്റിൽ ഒരാൾ ഷെയർ വാങ്ങുന്നുണ്ടെങ്കിൽ അയാൾ ഷെയർ വാങ്ങുന്നത് കമ്പനിയുടെ അടുത്ത് നിന്നല്ല, ഓൾറെഡി IPOയിലൂടെ ഷെയർ കിട്ടിയ മറ്റൊരാളിൽ നിന്നാണ്. അതായത് ഓൾറെഡി സെക്കൻഡറി മാർക്കറ്റിലെ ട്രാൻസാക്ഷൻ തുടങ്ങുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ലിസ്റ്റിംഗ് ഡേയിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഈ സ്റ്റോക്കിന്റെ പ്രൈസ് ചിലപ്പോൾ 150 രൂപയായേക്കാം, അല്ലെങ്കിൽ 200 രൂപയായേക്കാം, അല്ലെങ്കിൽ 100 രൂപയോ 75 രൂപയോ ആയിരിക്കാം. അതായത് നേരത്തെ കട്ട് ഓഫ് പ്രൈസ് എത്രയാണോ, അതായത് IPO വഴി അപ്ലൈ ചെയ്ത് സ്റ്റോക്ക് കിട്ടിയ ആള് എത്ര രൂപയാണോ കമ്പനിക്ക് പേ ചെയ്ത് അത് എത്രയാണെങ്കിലും ഇറസ്പെക്റ്റീവ് ഓഫ് ദാറ്റ് ലിസ്റ്റിംഗ് ഡേയിൽ ചിലപ്പോൾ സ്റ്റോക്ക് ഓപ്പൺ ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായ ഒരു പ്രൈസിലായിരിക്കും. അത് കൂടുതലാകാം, സെയിം തന്നെയാകാം, കുറവാകാം. അപ്പൊ അത് കൂടുതലാണെങ്കിൽ അതിനെയാണ് ലിസ്റ്റിംഗ് ഗെയിൻ എന്ന് പറയുക. അപ്പൊ ഇവിടെ ഡൗട്ട് ഉണ്ടാകുക, എങ്ങനെയാണ് ഇവിടെ ഒരു പ്രൈസിൽ ഡിഫറൻസ് വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഈ ലിസ്റ്റിംഗ് ഡേയിൽ ആക്ച്വലി 9 മണി മുതൽ 9:45 വരെ ഈ ഒരു സ്റ്റോക്കിൽ ആർക്കും ട്രേഡ് ചെയ്യാൻ പറ്റില്ല. 3/4 മണിക്കൂറിന്റെ ഒരു പ്രീ ഓപ്പണിംഗ് പീരീഡ് ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടാകും. അപ്പൊ ഈ ഒരു പ്രീ ഓപ്പണിംഗ് പീരീഡില് സെക്കൻഡറി മാർക്കറ്റിൽ കുറെ അധികം ആൾക്കാർ വന്നിട്ട് ബിഡ്സ് പ്ലേസ് ചെയ്യുകയും ആസ്ക് പ്ലേസ് ചെയ്യുകയും ചെയ്യും. അതായത് ബൈ ഓർഡേഴ്സും സെൽ ഓർഡേഴ്സും പ്ലേസ് ചെയ്ത് വെക്കും. അതായത് ഒരു നോർമൽ ദിവസം പ്രീ ഓപ്പണിംഗ് പീരീഡിൽ എങ്ങനെയാണോ കുറെ അധികം ഓർഡേഴ്സ് വന്നിട്ട് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗും ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗും ഉണ്ടാവുക, അതുപോലെ തന്നെ ഈ ലിസ്റ്റിംഗ് ഡേയുടെ ആദ്യത്തെ 3/4 മണിക്കൂറിൽ കുറെ അധികം ആൾക്കാർ വന്നിട്ട് ഇവിടെ ബൈ ഓർഡേഴ്സും സെൽ ഓർഡേഴ്സും പ്ലേസ് ചെയ്യുന്നതിലൂടെയാണ് ലിസ്റ്റ് ചെയ്യുന്ന ആ ദിവസത്തെ ഓപ്പണിംഗ് പ്രൈസ് ഐദർ ഒരു ഗ്യാപ്പ് അപ്പിലോ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഡൗണിലോ അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടോ ഓപ്പൺ ചെയ്യുക. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് IPOനെ പറ്റി ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ. ഒരു കമ്പനി എന്തിനാണ് പൈസ റേസ് ചെയ്യുന്നത്, അതിന്റെ ഒരു പ്രോസസ് എന്താണ്, അതിനുള്ളിലെ ടെക്നിക്കൽ ടേംസ് എന്താണ്, ഇതെല്ലാം എന്തായാലും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ മനസ്സിലായ സ്ഥിതിക്ക് ഇനി എങ്ങനെയാണ് ഒരു IPOക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് കമ്പ്യൂട്ടർ സ്ക്രീനിൽ പോയിട്ട് മനസ്സിലാക്കാം. ഏറ്റവും ആദ്യം അപ്സ്റ്റോക്സ് യൂസേഴ്സിന് എങ്ങനെ ഒരു IPOക്ക് അപ്ലൈ ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിന് ഏറ്റവും ആദ്യം വേണ്ടത് നിങ്ങളുടെ അപ്സ്റ്റോക്സിലെ DPIDയും അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പറുമാണ്. അത് രണ്ടും നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ബാങ്കിന്റെ നെറ്റ് ബാങ്കിംഗ് പോർട്ടലിൽ പോയിട്ട് അതുവഴി നിങ്ങൾക്ക് IPOക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ DPIDയും അക്കൗണ്ട് നമ്പറും കിട്ടാനായിട്ട് നിങ്ങൾക്ക് ഐദർ keystone.upstocks.com വന്നിട്ട് ഇവിടെ നിങ്ങളുടെ പേരിന്റെ സൈഡിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ മൈ പ്രൊഫൈൽ എന്ന ഈ ഒരു സെക്ഷനിലേക്ക് വരാം. ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ആപ്പിന്റെ പ്രൊഫൈൽ സെക്ഷനിൽ പോയാലും ഈ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതിനുശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ കണ്ടോ, ഇവിടെ ലിങ്ക്ഡ് ഡിമാറ്റ് അക്കൗണ്ട്സ് എന്ന ഈ ഒരു സെക്ഷനിലേക്ക് നിങ്ങൾ എത്തും. ഇവിടെ വരികയാണെങ്കിൽ നിങ്ങളുടെ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റിന്റെ പേര്, അതായത് RKSV സെക്യൂരിറ്റീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, അപ്സ്റ്റോക്സ് എന്ന ബ്രാൻഡ് റൺ ചെയ്യുന്ന കമ്പനി ഇതാണ്. അവരുടെ ടൈപ്പ് CDSL ആണെന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണ്ട DPID ഒരു 8 ഡിജിറ്റ് DPIDയും അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പർ 8 ഡിജിറ്റ് അക്കൗണ്ട് നമ്പറും നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതാണ്. അപ്പൊ ഇത്രയും ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ നെറ്റ് ബാങ്കിങ്, അത് ഏത് ബാങ്കിന്റെ ആണോ ആ ഒരു നെറ്റ് ബാങ്കിങ് പോർട്ടലിലേക്ക്
നിങ്ങൾ പോകുക. ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് കോട്ടക് മഹീന്ദ്ര ബാങ്കിന്റെ നെറ്റ് ബാങ്കിങ് എടുത്തിട്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ മോർ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ താഴെ വരുമ്പോൾ കണ്ടോ IPO എന്നൊരു സെക്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ കോട്ടക് മഹീന്ദ്ര ബാങ്കിൽ ഇവിടെയാണ് കാണാൻ പറ്റുന്നത്. എന്നാൽ മറ്റു ബാങ്കുകളുടെ നെറ്റ് ബാങ്കിങ്ങില് എക്സാക്ട്ലി ഇതുപോലെ മോറിന്റെ താഴെ ആയിരിക്കില്ല, എന്നാൽ മറ്റെവിടെയെങ്കിലും ആയിരിക്കും. എന്നാലും തീർച്ചയായിട്ടും അവരുടെ നെറ്റ് ബാങ്കിങ് പോർട്ടലിൽ IPO എന്നൊരു സെക്ഷൻ ഉണ്ടാകും. ആ ഒരു സെക്ഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ആ ഒരു സെക്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ബാങ്ക്സിന് തീർച്ചയായിട്ടും മൾട്ടിപ്പിൾ രീതിയിലായിരിക്കും പ്രോസസ് ഉണ്ടാവുക. എന്നാൽ ഏറെക്കുറെ ഏതൊരു ബാങ്ക് തന്നെയാണെങ്കിലും ആ ഒരു പ്രോസസ്സിനെ ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ബേസിക്കലി നമ്മളിവിടെ IPO സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെ അപ്ലൈ ചെയ്യാനുള്ള ഒരു സ്ഥലം ഉണ്ടാകും. അവിടെ അപ്ലൈ ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് നമ്മൾ ആദ്യം ബെനിഫിഷ്യറി സെലക്ട് ചെയ്യണം. അവിടെ ഞാൻ ബെനിഫിഷ്യറി ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോട്ടക് മഹീന്ദ്ര ബാങ്കിൽ ഏറ്റവും ആദ്യം തന്നെ ബെനിഫിഷ്യറി രജിസ്ട്രേഷനിൽ പോയിട്ട് ബെനിഫിഷ്യറി ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അവിടെ ഞാൻ ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മറ്റു ചില ബാങ്കുകളിൽ ഒരു ലേറ്റർ സ്റ്റേജിലായിരിക്കും ആഡ് ചെയ്യേണ്ടത്. അതിനുശേഷം ഏത് കമ്പനിയുടെ IPOയിലാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് റോസറി ബയോടെക് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഇൻവെസ്റ്റർ കാറ്റഗറി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് തൽക്കാലം റീറ്റെയിൽ കാറ്റഗറി സെലക്ട് ചെയ്യാം. അങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ബേസിക്കലി നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള വിൻഡോ ഓപ്പൺ ആയി വരും. നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള എല്ലാ ഇമ്പോർട്ടന്റ് ഇൻഫർമേഷനും ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ ബെനിഫിഷ്യറി രജിസ്ട്രേഷൻ സ്ഥലത്താണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ DPIDയും അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പറും ചോദിക്കുക. കണ്ടോ, ഇതാണ് ബെനിഫിഷ്യറി രജിസ്ട്രേഷന്റെ ഫോം. ഇവിടെ ഡെപ്പോസിറ്ററിയുടെ നെയിമും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അപ്സ്റ്റോക്സ് യൂസർ ആണെങ്കിലും നിങ്ങൾ സീറോദ യൂസർ ആണെങ്കിലും നിങ്ങൾ ഇവിടെ CDSL ആണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് ചോദിക്കുന്നുണ്ട്. ഇവിടെ നോൺ കോട്ടക് ആണ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ ബാങ്ക് എന്താണോ ചോദിക്കുന്നത്, ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റിന്റെ പേര് ചോദിക്കുന്നുണ്ട് എങ്കിൽ അവിടെ തീർച്ചയായിട്ടും RKSV സെക്യൂരിറ്റീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് നിങ്ങൾ എൻ്റർ ചെയ്യുക. അതിനുശേഷം ക്ലയന്റ് ID ചോദിക്കുന്നുണ്ട്, അക്കൗണ്ട് നമ്പറും ചോദിക്കുന്നുണ്ട്. ഈ ക്ലയന്റ് IDയിൽ ടൈപ്പ് ചെയ്യേണ്ടത് നേരത്തെ കണ്ട 2 8 ഡിജിറ്റ് നമ്പർ ഉണ്ടല്ലോ, ആ 2 8 ഡിജിറ്റ് നമ്പറിനെയും സംയോജിപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് എഴുതുക. അതായത് 8 ഡിജിറ്റുള്ള DPIDനെ ആദ്യം എഴുതുക, അതിനുശേഷം 8 ഡിജിറ്റുള്ള അക്കൗണ്ട് നമ്പർ എഴുതുക. അങ്ങനെ 16 ഡിജിറ്റുള്ള ഒരു ക്ലയന്റ് ID ഇവിടെ നിങ്ങൾ എൻ്റർ ചെയ്യുക. അങ്ങനെ ബെനിഫിഷ്യറിനെ രജിസ്റ്റർ ചെയ്തതിനു ശേഷം അപ്ലൈ നൗവിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഫൈനൽ ആപ്ലിക്കേഷന്റെ പേജിലേക്ക് നമ്മൾ എത്തുക. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള നമ്മുടെ എല്ലാ ബേസിക് ഇൻഫർമേഷനും ഉണ്ട്. അതുപോലെ തന്നെ ഇഷ്യൂ ഡീറ്റെയിൽസിൽ കമ്പനിയുടെ പേരും മിനിമം നമ്പർ ഓഫ് ഷെയർസും ബിഡ് സൈസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇൻപുട്സ് കൊടുക്കേണ്ടത് ഇവിടെയാണ്. അതായത് എത്ര ഷെയർസ് ആണ് വേണ്ടത് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം മിനിമം നമ്പർ ഓഫ് ഷെയർസ് 35 ആണ്. അപ്പോൾ ഐദർ 35 എന്ന് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ 70 എന്ന് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ 35ന്റെ മൾട്ടിപ്പിൾസ് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ പ്രൈസ് നമുക്ക് എത്ര പ്രൈസ് ആണോ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ലോ പ്രൈസ് ബാൻഡ് 423 ആണ്, ഹയർ പ്രൈസ് ബാൻഡ് 425 ആണ്. അപ്പോൾ ഇതിനിടയിലുള്ള ഏതൊരു പ്രൈസ് വേണമെങ്കിലും നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. 425 എന്ന് ടൈപ്പ് ചെയ്താൽ കേട്ടോ നമുക്ക് അങ്ങനെ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ടോട്ടൽ എമൗണ്ട് എത്ര വരും എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തു വരുന്നുണ്ട്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് കട്ട് ഓഫ് എന്നൊരു സംഭവം ഒപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പൊ ഇവിടെ നിങ്ങൾ കട്ട് ഓഫിൽ ടിക്ക് ചെയ്യുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ബിഡ് ചെയ്ത പ്രൈസ് കുറഞ്ഞു പോയി എന്നുള്ളത് കൊണ്ട് ഒരിക്കലും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ ഒരു IPO നഷ്ടപ്പെട്ടു പോകില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു കട്ട് ഓഫ് ടിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. അതിനുശേഷം താഴോട്ട് വന്നിട്ട് ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ബേസിക്കലി നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫൈനൽ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുകയാണ്. എന്നാൽ നിങ്ങൾ ഇനി സീറോദ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പ്രോസസ്സ് കുറച്ചുകൂടി ഈസിയാണ്. നിങ്ങൾ console.zerodha.com വരണം. അതിനുശേഷം പോർട്ട്ഫോളിയോയിൽ ക്ലിക്ക് ചെയ്യണം. അവിടെ IPO നിങ്ങൾ സെലക്ട് ചെയ്യണം. അങ്ങനെ IPO സെലക്ട് ചെയ്യുമ്പോൾ ബേസിക്കലി ഈ ഒരു പേജ് ഓപ്പൺ ആയി വരും. അവിടെ ഏതൊക്കെ കമ്പനീസിന്റെ IPO ഓപ്പൺ ഉണ്ടോ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ റൊസാരി ബയോടെക് മാത്രമാണ് ഓപ്പൺ, അതുകൊണ്ട് അത് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അതുപോലെ ഇവിടെ നിങ്ങൾ സ്റ്റേറ്റസിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഡിഫറെന്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ്സും അത് ഏതൊരു പോയിന്റിലാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഒരു പ്രൈസ് റേഞ്ചും മിനിമം ക്വാണ്ടിറ്റിയും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. വളരെ ഈസിയാണ് കാര്യം. ഇവിടെ നിങ്ങൾ ബിഡിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വളരെയധികം ഈസി ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നെറ്റ് ബാങ്കിങ് അല്ല ഉപയോഗിക്കുന്നത്, എന്നാൽ UPI ആണ് ഉപയോഗിക്കുന്നത്. അതായത് നിങ്ങൾ UPI ആക്ടിവേറ്റഡ് ആണെങ്കിൽ മാത്രമേ സീറോദയുടെ ഈ ഒരു പ്രോസസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് IPOയിൽ
അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ UPI ID എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം താഴെ വന്നിട്ട് നേരത്തെ കണ്ടതുപോലെ തന്നെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം. അതുപോലെ തന്നെ പ്രൈസ് എത്രയാണോ വേണ്ടത് അതും നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെയും നേരത്തെ കണ്ടതുപോലെ കട്ട് ഓഫ് പ്രൈസിന്റെ ആ ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് എടുക്കുകയാണെങ്കിൽ നേരത്തെ കണ്ടതുപോലെ തന്നെ നമുക്ക് നമ്മളെ തന്നെ സേഫ് ഗാർഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഇതും ചെക്ക് ചെയ്തിട്ട് താഴെ വന്ന് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ UPI ആപ്പിനകത്ത് ഒരു പ്രോംപ്റ്റ് വരും. സീറോദ ഇത്ര പൈസ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രോംപ്റ്റ് വരും. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ പൈസ അവിടെ ബ്ലോക്ക് ആവുകയും നിങ്ങളുടെ IPO ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി നടക്കുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒരു IPO എന്താണെന്ന് ഇൻ ഡെപ്ത് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരൊറ്റ കാര്യം കൂടി ഒന്നുകൂടി ഓർമ്മിപ്പിക്കാനുള്ളത്, IPO ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം കണ്ണടച്ചുകൊണ്ട് ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. എപ്പോഴും പഠിച്ചുകൊണ്ട് വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എടുക്കുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്ത് തന്നെ പറയാനുണ്ടെങ്കിലും കമന്റ് ചെയ്ത് അറിയിക്കുക. മാക്സിമം ആൾക്കാരിലേക്ക് ഈ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് കൂടുതൽ ആൾക്കാരെ വെൽക്കം ചെയ്യുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.